ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ പെഗാസസിന്റെ പേരിൽ സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തിയ ഇടതുപക്ഷ അംഗങ്ങളെക്കുറിച്ച് സഭയ്ക്കകത്ത് നടത്തുന്ന പരാമർശങ്ങൾ അവഹേളന സ്വഭാവമാണോ എന്നതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സഭാനാഥന്റെ അവകാശത്തെക്കുറിച്ച്, ബോധപൂർവം സഭ കലക്കണമെന്ന ദുരുദ്ദേശത്തോടുകൂടി എത്തിയ കോൺഗ്രസ് അംഗങ്ങളെക്കുറിച്ച് ആണ് ശ്രീ പത്മനാഭൻ BJP പ്രതിനിധി ഇവിടെ സംസാരിച്ചത്. താങ്കളുടെ മറുപടി. ഗോപികൃഷ്ണൻ, എനിക്ക് യഥാർത്ഥത്തിൽ ഈ പത്മനാഭൻ്റെ ഈ പ്രതിപാദനം കേട്ടപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം എന്തോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണോ അതെയോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടാണോ എന്നൊരു സംശയം വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ ഞാൻ സംശയിക്കുന്നില്ല. ഞാൻ അവസാനം അദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം. അതായത് അമിത്ഷാ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഗോപികൃഷ്ണൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മൂപ്പർക്ക് മറുപടിയില്ല. അതൊക്കെ സഭാ അധ്യക്ഷൻ്റെ അധികാരപരിധിയിൽ വരുന്നതല്ലേ? അപ്പോൾ സഭാ അധ്യക്ഷൻ അത് എക്സ്പെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ പത്മനാഭ, അതായത് ഇതിൽ സാങ്കേതികപരമായിട്ട് യാതൊരു തകരാറുമില്ല. അതായത് അമിത്ഷാ പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ പാർലമെൻ്ററി ആയിട്ടുള്ള പ്രതിപാദനമല്ല. യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞ വാചകങ്ങൾ അവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് അമിത്ഷാ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അമിത്ഷാ തൻ്റെ വാചകങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഇപ്പോൾ ശഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അൺപാർലമെൻ്ററി സ്വഭാവത്തെക്കുറിച്ചല്ല നമുക്കിവിടെ സംവാദം നടത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് RSSന് അംബേദ്കറോടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതിഫലനമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരേ സമയം നിങ്ങൾ അംബേദ്കർ നിങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയാതെ തികട്ടി വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയെ അപമാനിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം അൺപാർലമെൻ്ററി ആയിട്ടുള്ള പദപ്രയോഗം പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ സഭയിലിപ്പം ജൂട്ട്, കള്ളം എന്നൊക്കെ പറഞ്ഞാൽ അൺപാർലമെൻ്ററിയാണ്, അതൊക്കെ എക്സ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവവും പരാതിയും ഞങ്ങൾക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തങ്ക ലിപികൾ തന്നെ അവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും RSSന് അംബേദ്കറോടുള്ള നിലപാട് എന്താണെന്നുള്ളത് ഇന്ത്യയും ലോകവും മനസ്സിലാക്കട്ടെ എന്നുള്ളത്. ഇനി അടുത്ത് അദ്ദേഹം ഈ പറഞ്ഞ അദാനിയെക്കുറിച്ച് പറഞ്ഞു. പത്മനാഭൻ, അതായത് പണ്ട് സ്വീഡിഷ് റേഡിയോ ആണ് ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ചുള്ള ഒരു വാർത്താശകലം പുറത്തുവിട്ടത്. അന്ന് 4/3 ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്ക് പാർലമെൻറ്റിലുണ്ടായിരുന്നു. ഞാനന്ന് മാധ്യമപ്രവർത്തകനായിട്ട് പാർലമെൻറ്റ് കവർ ചെയ്തൊരു സമയമാണ്. ആ 4/3 ഭൂരിപക്ഷം വെച്ചിട്ട് വേണമെങ്കിൽ ഈ ബൊഫേഴ്സിനെ കുറിച്ച് ഒരു ചർച്ചയും അനുവദിക്കാതിരിക്കാമായിരുന്നു അദ്ദേഹത്തിന്. ബൽറാം ജാക്കറിനെ പോലുള്ള സ്പീക്കറൊക്കെ അദ്ദേഹത്തിൻ്റെ തുണയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എത്രയോ ചർച്ചകൾ ഈ പറഞ്ഞ ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് പാർലമെൻറ്റിലുണ്ടായി. സംയുക്ത പാർലമെൻ്ററി സമിതി ഉണ്ടായില്ലേ പത്മനാഭ? ഇപ്പോൾ എന്താണ്? അദാനിയെ സംബന്ധിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അമേരിക്കയിലുണ്ടായി. അത് അമേരിക്കക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയ വിഷയമല്ല. ഇന്ത്യയിൽ നടന്ന 2000-ഓളം കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ്. നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളും ചില രാഷ്ട്രീയ നേതാക്കളും കൂടി 2000-ലേറെ കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ച് അമേരിക്കയിൽ കേസ് നടക്കുന്നു. അവിടുത്തെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അന്വേഷിക്കുന്നു. അവിടെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം അദാനിക്കെതിരെ കേസെടുത്ത് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു. ഉടനെ പത്മനാഭൻ പറയാണ് അത് അമേരിക്കക്കാരൻ്റെ പ്രശ്നമാണ്. അത് അമേരിക്കക്കാരൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ഈ ബൊഫേഴ്സ് ഉൾപ്പെടെ എന്തെല്ലാം വിഷയങ്ങൾ, 2G സ്കാം ഉൾപ്പെടെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അദാനിയുടെ ഈ പറഞ്ഞ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെൻറ്റിൽ നടത്താതിരുന്നത്? നിങ്ങൾ അതേസമയം എന്താണ് ചെയ്യുന്നത്? ഈ അദാനിയെക്കുറിച്ചുള്ള അമേരിക്കൻ കോടതിയിലെ കേസിൻ്റെ യഥാർത്ഥ വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ജോർജ് സോറോസ് ശ്രമിക്കുന്നതാണ് എന്നുള്ളതല്ലേ നിങ്ങൾ വ്യാഖ്യാനിച്ചത്. അപ്പോഴാണ് ഞാൻ രാജ്യസഭയിൽ പറഞ്ഞ് ഓൺ റെക്കോർഡായിട്ട്, ശരി, നിങ്ങൾ ഉയർത്തുന്ന ജോർജ് സോറോസും നിങ്ങൾ ജോർജ് സോറോസിനെ കൊണ്ടുവരാൻ കാരണമായ അദാനിയുടെ വിഷയവും രണ്ടും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യും. നിങ്ങൾ ഒരാഴ്ചയല്ലേ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത്?
ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചർച്ചകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയും. എൻ്റെ പത്മനാഭ, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂർ 20 മാസമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ സമ്പലിലെ ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തണം നിങ്ങൾ സംഭവിച്ചോ? നിങ്ങൾ ഈ പറഞ്ഞ കാർഷിക പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചോ? പെഗാസിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചോ? എത്രയോ ചർച്ചകൾ നടന്നു. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഈ അദാനി വിഷയം താങ്കൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് ഹർഷത് മേത്ത ഓഹരി കുംഭകോണത്തിലെ കൃത്രിമം, ഖേദൻ പരേക്ക് ഓഹരി കുംഭകോണത്തിലെ വെട്ടിപ്പ്, ഇതൊക്കെ പാർലമെൻറ്റ് എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്തു. സംയുക്ത പാർലമെൻ്ററി സമിതി അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ പത്മനാഭ? അപ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു മര്യാദ, പാർലമെൻ്ററി മര്യാദ ഇന്ന് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ ശഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി പെഗാസസിൻ്റെ വിഷയത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ നിരവധി മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും അവരുടെ മൊബൈൽ ഫോണുകൾ അന്വേഷിക്കാൻ കൊടുത്തു. എന്താണ് ആ കമ്മിറ്റി പറഞ്ഞത്? സുപ്രീം കോടതി സമർപ്പിച്ച കമ്മിറ്റിയുടെ അന്തസത്ത എന്താണ്? കേന്ദ്ര സർക്കാർ ഈ പരിശോധനയുമായി അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നാണ് ആ കമ്മിറ്റി യഥാർത്ഥത്തിൽ പറഞ്ഞത്. ആ റിപ്പോർട്ട് ഇപ്പോഴും സീൽഡ് കവറിൽ അവിടെ കിടക്കുകയാണ്. ആ ഒരു ഓപ്പറേറ്റീവ് ഭാഗം മാത്രമേ നിങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ പറയാം. അതായത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഐഫോൺ നൽകിയ അലേർട്ട് സംബന്ധിച്ച് നിങ്ങളുടെ ഫോൺ ഒരു സ്റ്റേറ്റ് ഏജൻസി ഹാക്ക് ചെയ്യാൻ പോകുന്നുള്ള ഒരു മുന്നറിയിപ്പ് നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് വന്നപ്പോൾ നിരവധി പേർ പരാതി പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ 3 വർഷം മുമ്പ് അത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ക്വിക്ക് റെസ്പോൺസ് സമിതിയെ ഏൽപ്പിച്ചു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയെ. 3 വർഷമായിട്ടും ഐഫോൺ പൊതുപ്രവർത്തകർക്ക് നൽകിയ വാണിംഗ് എന്തുകൊണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതുവരെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. നിങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഭാഗികമായ പ്രാഥമികമായിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിൽ നിങ്ങൾ പെഗാസസ് വാങ്ങിയില്ല എന്ന് പറയാൻ തയ്യാറായിട്ടുമില്ല. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ ഒരു കയറിട്ട് കുരുക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, പത്മനാഭനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പെഗാസസിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അന്ന് ഐഫോൺ നടത്തിയ അലേർട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഏജൻസി നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലം എന്താണെന്ന് പുറത്തുവിടാൻ പറ്റുമോ? പുറത്തുവിടാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇനി ഞാനൊന്നും കൂടെ പത്മനാഭനോട് ചോദിച്ചോട്ടെ. അതായത് നിങ്ങളുടെ നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഒരിക്കലൊരു വലിയ ഒരു പ്രസ്താവന നടത്തിയത്. പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു പാർലമെൻ്ററി രീതിയാണ്, പാർലമെൻ്ററി പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അദ്ദേഹം പറയാൻ കാരണം എന്തായിരുന്നു? ഒറ്റ കാര്യമുള്ളൂ. അതായത് 2G കുംഭകോണവുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങളെല്ലാം BJP തടസ്സപ്പെടുത്തി. ഞങ്ങളും ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. എല്ലാ സമ്മേളനങ്ങളും, ഒരു സമ്മേളനത്തിൻ്റെ 2 ദിവസം 3 ദിവസമല്ല, 3-4 സമ്മേളനങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ അലങ്കോലപ്പെടുത്തി. അന്നൊക്കെ എൻ്റെ പത്മനാഭ, നിങ്ങൾക്ക് ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ലേ? പൊടുന്നനെയാണോ നിങ്ങൾക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മര്യാദയെക്കുറിച്ച് പെട്ടെന്നൊരു ഒരു വെളിപാടുണ്ടാകുന്നത്? നിങ്ങൾ പാർലമെൻറ്റ് ഇനി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പത്മനാഭനോട് ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി ഒരാഴ്ച പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരാഴ്ച, ഏതായിരുന്നു നിങ്ങളുടെ വിഷയം? അതായത് 94 വയസ്സുള്ള ജോർജ് സോറോസ് എന്നുള്ളൊരു മനുഷ്യൻ 56 നെഞ്ചളവുള്ള ഒരു പ്രധാനമന്ത്രി നയിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതല്ലായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം. മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടാവില്ലേ ആൾക്കാർ? പത്മനാഭ, നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാമ്രാജ്യമുള്ളത്? നിങ്ങൾ ജോർജ് സോറോസിനെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എക്സ്ട്രഡിഷൻ കരാറുണ്ട്, അദ്ദേഹത്തിനെ വിട്ടുതരാൻ പറ. ഇനി നിങ്ങൾ ആ ആരോപണത്തിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണെന്നറിയാം പത്മനാഭ? അതായത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്കൻ ഗവൺമെൻറ്റും ഈ ജോർജ് സോറോസിനൊപ്പം ഈ അസ്ഥിര പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പം കാനഡ ഇന്ത്യൻ ഹൈക്കമ്മീഷനെയൊക്കെ അവിടെ പുറത്താക്കിയ പോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെയുള്ള ഡൽഹിയിലുള്ള ഇവിടുത്തെ US എംബസി അടച്ചുപൂട്ടി ഇവിടെയുള്ള അമേരിക്കക്കാരെയൊക്കെ ഇവിടുന്ന് നാട് കടത്തണം. അപ്പം നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിയമമുണ്ട്,
ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്തേ? ഒരാഴ്ച പാർലമെന്റ് അങ്ങ് സ്തംഭിപ്പിച്ചു. ശരി ശരി ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ്. അമിത്ഷാ വിഷയത്തിൽ ഞങ്ങൾ പാർലമെന്റ് സ്തംഭിപ്പിച്ചിട്ടില്ല. അല്ല ഇപ്പോൾ താങ്കൾ ഈ ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായി. ഇപ്പോൾ അതാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ശ്രീ ചെയ്യണമെന്ന് പത്മനാഭൻ പറഞ്ഞ അതാണ് ഈ കാര്യങ്ങൾ വിഷയത്തെക്കുറിച്ച് ചർച്ച ശ്രീ ചെയ്യാൻ പത്മനാഭൻ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങൾക്കുള്ള പരിഭവം എന്താണ്? താങ്കളുടെ ഇതിനേക്കാൾ മറുപടിയായി എത്രയോ വലിയ ഞാൻ